നമസ്കാരം. ഇൻസിറ്റിവി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കരയിൽ വീണ്ടും ടോൾ പിരിവ് തുടങ്ങി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പഴയ നിരക്കിലാണ് ടോൾ പിരിവ്. ഇരിങ്ങാലക്കുട ഉപജില്ലാ കലോത്സവം നവംബർ 4, 5, 6, 7 തീയതികളിലായി സംഘടിപ്പിക്കുന്നു. നവീകരിച്ച വെള്ളിക്കുളങ്ങര ഹെൽത്ത് സബ് സെന്റർ നാടിന് സമർപ്പിച്ചു. പുതുക്കാട് തെക്കേത്തുറവ് ജലസേചന പദ്ധതി വിപുലീകരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എം. ബാബുരാജ് നിർവഹിച്ചു. വെള്ളിക്കുളങ്ങരയിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. അറസ്റ്റിലായത് മോതിരക്കണ്ണി സ്വദേശി. വാർത്തകൾ വിശദമായി. പാലിയേക്കരയിൽ വീണ്ടും ടോൾ പിരിവ് തുടങ്ങി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പഴയ നിരക്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് 5:15 ടോൾ പിരിവ് ആരംഭിച്ചത്. പാലിയേക്കരയിൽ വീണ്ടും ടോൾ പിരിവിന് അനുമതി നൽകി ഹൈക്കോടതി. ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം അംഗീകരിച്ചാണ് വ്യവസ്ഥകളോടെ ടോൾ പിരിക്കാൻ അനുമതി നൽകിയത്. മരവിപ്പിച്ച ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്ക് ഈടാക്കരുതെന്നും ദേശീയപാത അതോറിറ്റിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 6 പാലിയേക്കരയിലെ ടോൾ പിരിവ് മരവിപ്പിച്ച് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത്. 72 ദിവസങ്ങൾക്കിടെ 10 തവണയാണ് ടോൾ തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമായി ദേശീയപാത അതോറിറ്റി ഉന്നയിച്ചത്. എന്നാൽ എല്ലാ തവണയും ആവശ്യം നിരസിക്കുകയായിരുന്നു. ടോൾ പിരിവ് മരവിപ്പിച്ചത് ദേശീയപാത അതോറിറ്റിയുടെ സാമ്പത്തികാവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഗതാഗത കുരുക്കുണ്ടെങ്കിലും ടോൾ നിരക്ക് കുറയ്ക്കാനാകില്ലെന്ന് ദേശീയപാത അതോറിറ്റിയും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. കടുത്ത ഗതാഗത കുരുക്കിനെ തുടർന്ന് സർവീസ് റോഡുകളിലടക്കം അറ്റകുറ്റപ്പണി അവസാന ഘട്ടത്തിലാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചിരുന്നു. മേഖലയിലെ ഗതാഗത കുരുക്കും റോഡിലെ പ്രശ്നങ്ങളും തുടരുകയാണെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചതിനാൽ ടോൾ പിരിവ് പാടില്ല എന്ന് കോടതി ഈ മാസം ആദ്യം വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ സമയം വേണമെന്ന് ദേശീയപാത അതോറിറ്റിയും കോടതിയിൽ ആവശ്യപ്പെട്ടു. നിലവിൽ ടോൾ പിരിവ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് റോഡ് പണി കഴിയുന്നതിൽ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് റോഡ് ഫുള്ള് പണിയാണ്ട് പിന്നെ ഞങ്ങൾക്ക് ഡീസൽ ചെലവ് പോവാ ജാസ്തി. 10-20 ലിറ്റർ കൂടുതൽ ഡീസൽ ഇപ്പൊ പിടിക്കണേ. ലോറി പ്രസ്ഥാനം കൊണ്ടു നടക്കാൻ പറ്റാത്ത കണ്ടീഷനായി ഇപ്പൊ. ഞങ്ങളിപ്പോ എന്ത് ചെയ്യും? ഈ ടോളിങ്ങിനെ കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് തീർത്താണ്ട് ഇവര് പൈസ പിരിക്കാൻ പാടില്ല. ബ്ലോക്ക് എപ്പോഴും ബുദ്ധിമുട്ട്. ഇപ്പൊ 1/2 മണിക്കൂർ നിന്നിട്ട് പോണേക്കണ്. പ്രാന്തളക്കും തമാശ വല്ല തോക്കെടുത്ത് വെടിവെക്കുന്നു. ഏത് ഞാൻ ഇവിടെ കുടുങ്ങി, അവിടെ മുരിങ്ങൂര് കുടുങ്ങി, പിന്നെ ആമ്പല്ലൂര് ടോളിന്റെ അവിടെ ഞാൻ കുടുങ്ങി. നിരത്തി പിടിച്ച് കുടുങ്ങില്ല തന്നെ യുവമാര് കാരണം. ഡീസൽ വില സ്വർണത്തിന്റെ വില പോലെ ഡീസലിന്റെ വില. പിന്നെ മാത്രമല്ല 10-20 ടോൾ പിരിവ്, ടോൾ നിരക്ക് വർധനവ് തുടങ്ങിയവയിലെ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ കരാർ കമ്പനിക്കും NHAIക്കും സർക്കാരുകൾക്കും ഒരു പാഠമാകണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. കരാർ നിർമ്മാണ പ്രവർത്തികളും സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിലെ പരിഹാര നിർദ്ദേശങ്ങളും ചെയ്തു തീർക്കാതെ നിരക്കുയർത്തുകയോ ടോൾ പിരിക്കുകയോ ചെയ്യരുതെന്ന താൻ നൽകിയ ഹർജിയിൽ നിരക്ക് വർദ്ധിപ്പിക്കാത്ത നടപടി സ്വാഗതാർഹമാണെങ്കിലും ടോൾ വിലക്ക് പിൻവലിച്ച നടപടി തികച്ചും അപ്രതീക്ഷിതമായി. ടോൾ പാത ഗതാഗത യോഗ്യമല്ലെന്നും നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായിട്ടില്ലെന്നും കരാർ ലംഘനമുണ്ടെന്നും കോടതിയെ ബോധിപ്പിക്കാനായത് വലിയ നേട്ടമാണ്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ടോൾ വിലക്ക് കോടതി അനുവദിച്ചത്. ടോളിനെതിരെയുള്ള സംഭവങ്ങളിൽ ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളാണ് കേസ് നടത്തുന്നത്. 2 ആഴ്ചയ്ക്കു ശേഷം കേസ് പരിഗണിക്കുമ്പോൾ പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെ ടോൾ പിരിക്കരുതെന്ന കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവരും. അതോടൊപ്പം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇനിയെങ്കിലും ജനങ്ങളെ കൊള്ളയടിക്കുന്ന കമ്പനിക്കെതിരെ കോടതിയിൽ നിലപാട് സ്വീകരിക്കണമെന്നും ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട ഉപജില്ലാ കലോത്സവം നവംബർ 4, 5, 6, 7 തീയതികളിലായി സംഘടിപ്പിക്കുന്നു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് സേവിയേഴ്സ് UP സ്കൂൾ, സെന്റ് ആന്റണീസ് LP സ്കൂൾ എന്നിവിടങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. ജനറൽ വിഭാഗം, സംസ്കൃതോത്സവം, അറബിക് കലോത്സവം എന്നീ 3 ഭാഗങ്ങളിലായി LP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള 7000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. 11 സ്റ്റേജുകളിലായാണ് കലാമാമാങ്കം അരങ്ങേറുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കലോത്സവമായിരിക്കും ഇതെന്ന് സംഘാടകർ അറിയിച്ചു. കലോത്സവ സംഘാടക സമിതി ചെയർമാനും പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ K.M. ബാബുരാജ്, കലോത്സവ ജനറൽ കൺവീനർ ടോബി തോമസ്, ട്രഷറർ MS രാജീവ്,
വികസന സമിതി കൺവീനർ ഡോക്ടർ AV രാജേഷ്, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സെബി കൊടിയൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ CB ശ്രീലേഖ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ V ഇന്ദുജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നവംബർ 4, 5, 6, 7 തീയതികളിലായിട്ട് ഇരിഞ്ഞാലക്കുട ഉപജില്ല കലോത്സവം പുതുക്കാട് സെൻറ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ തന്നെ സെൻറ് ആന്റണീസ് LP സ്കൂളിലും പുതുക്കാടിന് മണ്ണിലേക്ക് വന്നിട്ട് ഒത്തിരിയേറെ നാളായി. 2000-ലാണ് ഇതിന് മുമ്പ് ഈ കലോത്സവം ഇവിടെ അരങ്ങേറിയത്. 25ഓളം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ മണ്ണിലെ കലോത്സവം അരങ്ങേറുമ്പോൾ അതിൻ്റെതായ പ്രൗഢഗംഭീരതയോടുകൂടി തന്നെ നടത്താനായിട്ട് സംഘസമിതി തീരുമാനമെടുത്തിരിക്കുകയാണ്. ഏറ്റവും ഇത് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പുതുക്കാട് 3 സ്കൂളുകളോട് വെച്ച് നടത്തുന്നതിന് ഓഫീസർ ഭംഗിയായിട്ട് എന്ത് ചെയ്തു, ഈ ഒരു അവസരം കൃത്യമായിട്ട് നേരിടുന്നു. നമുക്ക് ഇതിന് ഏറ്റവും കൂടുതൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഒരു ഒറ്റ പോയിന്റോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അന്ന് തന്നെ ജില്ലകളൊക്കെ ഒരേ സമയങ്ങളിലാണ് മുന്നോട്ട് വരുന്നത്. ഏറ്റവും വലിയൊരു മാമാങ്കമായി നമുക്കറിയാം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു മാമാങ്കമാണ് ഈ കലോത്സവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നാടൻ കലകളൊക്കെ ഈ വർഷം അതിൽ വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രോഗ്രാം കൺവീനർ പറയും. 11 വേദികളിലായി മത്സരം നടക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ പ്ലസ് ഏകദേശം 4 സ്റ്റേജുകൾ നമ്മൾ സ്റ്റേജ് മത്സരങ്ങൾ തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. 353 ഞങ്ങളിൽ ഒരു 11 സ്റ്റേജുകളിലായിട്ടാണ് ഈ പരിപാടികളൊക്കെ 7000-ഓളം പേര് പങ്കെടുക്കുകയാണ്. അതിൽ 87 സ്കൂളുകളാണ് എന്നാണ് മനസ്സിലാക്കിയത്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന അംഗങ്ങൾക്ക് ഹൃദയങ്ങളെല്ലാം നന്ദി, നമസ്കാരം. നവീകരിച്ച വെള്ളിക്കുളങ്ങര ഹെൽത്ത് സബ് സെന്റർ നാടിന് സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരം, പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി, മെഡിക്കൽ ഓഫീസർ MV റോഷ് എന്നിവർ പ്രസംഗിച്ചു. നാഷണൽ ഹെൽത്ത് മിഷന്റെ 7 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണ പ്രവൃത്തികൾ നടത്തിയത്. പുതുക്കാട് പഞ്ചായത്ത് 15-ാം വാർഡിലെ തെക്കേത്തുറവ് ജലസേചന പദ്ധതി വിപുലീകരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം CP സജീവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഫിലോമിന ഫ്രാൻസിസ്, ഹരിദാസ് തെക്കൂട്ട, ബാബു തെനോളി, സുജാത ഷാജി, രവി എന്നിവർ പ്രസംഗിച്ചു. 3 ലക്ഷം രൂപ ചെലവിലായിരുന്നു നിർമ്മാണം. പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ 20%-ലേറെ പണം ചെലവാക്കുന്നത് കൃഷിക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ പണം ഈ വർഷം തന്നെ കൃഷിക്കാർക്ക് മാത്രമായി സബ്സിഡി ഇനത്തിലും അവർക്ക് സാമ്പത്തിക സഹായവുമായിട്ട് 15-ാം വാർഡ് അതിൻ്റെ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ്റെ വിപുലീകരണ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് ഔപചാരികമായിട്ട് ഇവിടെ നടത്തുന്നത്. അപ്പോൾ 14-ാം വാർഡ് വരെ അന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ്റെ സംഗതി അവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കൊല്ലത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളൊരു പദ്ധതി ഇവിടം വരെ എത്തിയത്. നമ്മൾ എല്ലാ ഗ്രാമസഭകളിലും ഇതിൻ്റെ പേപ്പറും എല്ലാം കൊടുത്തിട്ട് നമുക്കറിയാം, ഒരു 20 വർഷത്തോളമായി നമ്മുടെ ഈ പുതുക്കാട് തെക്കേത്തുറവ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്. ഈ ലിഫ്റ്റ് ഇറിഗേഷനെ ആശ്രയിച്ചിട്ടാണ് ഈ തെക്കേത്തുറവ് പ്രദേശത്തെ എല്ലാ കർഷകരും തന്നെ കൃഷിയും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പുറത്ത് ഇറിഗേഷൻ 10-20 കൊല്ലം വന്നപ്പോൾ ആ ഇറിഗേഷൻ കൊണ്ട് കൃഷി പഠിക്കുന്ന പലരും ഇവിടെ ഉണ്ട്. പക്ഷേ അതിന് ഇങ്ങോട്ട് വരില്ല, ആ പറമ്പിൽ കൂടെ കിടത്താൻ പറ്റില്ല, ഈ പറമ്പിൽ കൂടെ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചില സംഭവവികാസങ്ങളുണ്ടായിരുന്നു. ആ സംഭവവികാസങ്ങളെ തരണം ചെയ്തുകൊണ്ട് സജീവൻ്റെയും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ഫിലോമിനയുടെയും നേതൃത്വത്തിൽ ഇത് വലിയൊരു സംഭവമാക്കി മാറ്റാൻ വേണ്ടി തുടക്കം കുറിച്ചതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴാണ് അന്നത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പോൾ വെള്ളമെത്തിക്കാൻ ഈ സജീവന് പഞ്ചായത്തിന് ഇപ്പോഴത്തെ പഞ്ചായത്തിന് ഈ 28 കൊല്ലത്തിന് ശേഷം നടന്നതിൽ വളരെയധികം സന്തോഷം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സർവീസ് ക്യാമ്പ് പുതുക്കാട് നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷയായി. കൊടകര ADA P വിനോദ് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനു റേ മാത്യു,
പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, DDA സ്വപ്ന S നായർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, പഞ്ചായത്ത് അംഗം CP സജീവൻ, CR ദിവ്യ എന്നിവർ പ്രസംഗിച്ചു. വെള്ളിക്കുളങ്ങരയിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. മോതിരക്കണ്ണി സ്വദേശി പുതുശ്ശേരി വീട്ടിൽ 31 വയസ്സുള്ള ഡെയ്സൽ ഡേവിസ് ആണ് റിമാൻഡിലായത്. ഇയാളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഒക്ടോബർ 13-നായിരുന്നു സംഭവം. ചാലക്കുടി പോട്ട സ്വദേശി കമ്മട്ടത്തി വീട്ടിൽ അക്ഷയുടെ പരാതിയിലാണ് അറസ്റ്റ്. കുറ്റിച്ചിറയിലുള്ള മീൻതട്ടിനടുത്ത് വെച്ച് പ്രതികൾ ചേർന്ന് കല്ലുകൊണ്ടും സോഡ കുപ്പികൊണ്ടും വാളുകൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. പ്രതിയെ മോതിരക്കണ്ണി നമ്പ്യാർപ്പടിയിൽ നിന്നാണ് പിടികൂടിയത്. ഈ കേസിലെ ഒരു പ്രതിയുടെ കുറ്റിച്ചിറയിലുള്ള ബാർബർ ഷോപ്പിലെ പാർട്ട്ണർക്ക് പരാതിക്കാരൻ EMI ആയി ഫോൺ വാങ്ങി നൽകിയിരുന്നു. EMI മുടങ്ങിയപ്പോൾ പരാതിക്കാരൻ അടച്ചതിന്റെ പണം തിരികെ ചോദിക്കാനായി കുറ്റിച്ചിറയിലുള്ള ബാർബർ ഷോപ്പിലെത്തി ഷോപ്പിലെ പണിക്കാരുമായി തർക്കത്തിലാവുകയും ബാർബർ ഷോപ്പിന്റെ ഷട്ടർ പരാതിക്കാരൻ ഇട്ടിരുന്നു. ഇതറിഞ്ഞ് സ്ഥലത്തെത്തിയ പ്രതികളാണ് പരാതിക്കാരനെ ആക്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഡെയ്സൺ ഡേവിസ് കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വധശ്രമ കേസിലും ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ ഒരു അടിപിടി കേസിലും പ്രതിയാണ്. അത്യാധുനിക രീതിയിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെ നിർമ്മിച്ച വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസ് ഉദ്ഘാടന ചടങ്ങിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ഭൂരേഖ തഹസിൽദാർ ആന്റോ ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. KK രാമചന്ദ്രൻ MLA ചെയർമാനും ചാലക്കുടി തഹസിൽദാർ KC ജേക്കബ് കൺവീനറുമായ സംഘാടക സമിതി രൂപീകരിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് അംഗം, റവന്യൂ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടുന്ന 4 സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ഒക്ടോബർ 27-ന് മന്ത്രി K രാജൻ വില്ലേജ് ഓഫീസ് നാടിന് സമർപ്പിക്കും. നിർമ്മാണം പൂർത്തീകരിച്ച വില്ലേജ് ഓഫീസുകളുടെയും പുതുതായി നിർമ്മാണം ആരംഭിക്കുന്ന വില്ലേജ് ഓഫീസുകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനവും വേദിയിൽ വെച്ച് നടക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ സന്നിഹിതരാകും. കാർഷിക സംസ്കൃതിയുടെ ഭാഗമായി പതിവ് തെറ്റിക്കാതെ തലോർ പോത്തോട്ടപ്പറമ്പിൽ പോത്തോട്ട മഹോത്സവം നടത്തി. നാടിന്റെ ഐശ്വര്യത്തിനും കാർഷിക അഭിവൃദ്ധിക്കും എന്ന വിശ്വാസത്തിലാണ് ഒരു വിഭാഗം പോത്തോട്ടം ആവേശത്തോടെ ഒരുക്കുന്നത്. കന്നിമാസത്തിലെ മകം നാളിലാണ് പോത്തോട്ടം. നെന്മണിക്കര, പുലക്കാട്ടുക്കര, മരത്താക്കര, മടവാക്കര, പാലിയേക്കര, കോനിക്കര, തലവണിക്കര എന്നീ 7 ദേശങ്ങളിൽ നിന്നും പോത്തുകൾ എത്തുമായിരുന്നു. ഈ കരകളിലെ ജന്മിമാരും തലോർ ദേവസ്വം ഊരാളന്മാരുമായ ഊമംപിള്ളി മനക്കാരാണ് കീഴാളർക്ക് ഉത്സവം നടത്താൻ 7 കരകളിലെ ഉയർന്ന പ്രദേശമായ തലോർ കുന്ന് അനുവദിച്ചത്. ഇപ്പോൾ ചില ദേശങ്ങളിൽ നിന്ന് മാത്രമാണ് പോത്തുകളെ പങ്കെടുപ്പിക്കാൻ കൊണ്ടുവരുന്നത്. പോത്തോട്ടപ്പറമ്പിന്റെ ഒരറ്റത്ത് 5 അടിയിലധികം ഉയരമുള്ള പോത്തോട്ടക്കല്ല് ഉണ്ടായിരുന്നത് ജീർണിച്ചൊടിഞ്ഞ് 2 അടിയോളമായി ചെറുതായി. കാർഷികോൽപ്പന്ന പ്രതീകമായി പോത്തോട്ടക്കല്ലിൽ നെല്ലിൻകറ്റ കൊണ്ടുവയ്ക്കും. കോൽക്കളിയുടെ അകമ്പടിയോടെ കർഷകരുടെ നേതാവായി എത്തുന്ന കണക്കൻ പോത്തോട്ടക്കല്ലിന്മേലും വെള്ളോൻ തൊട്ടടുത്തുള്ള കുന്നിന്മേലും ഓലക്കുട ചൂടി നിലയുറപ്പിക്കും. പിന്നെ പോത്തുകളെ ഓരോന്നായി അടിയാളന്മാർ പറമ്പിനു ചുറ്റും ഓടിക്കും. വൈകുന്നേരത്തോടെ കാർഷിക സംബന്ധിയായ നാടൻ പാട്ടുകളും കോൽക്കളിയുമായി കല്ലിന്മേൽ കണക്കനെയും കുന്നിന്മേൽ പറയനെയും ആനയിച്ച് കൊണ്ടുപോകുന്നതോടെയാണ് ഉത്സവം സമാപിക്കുന്നത്. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ പരിശുദ്ധ കൊന്തമാതാവിന്റെ 20ാമത് ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ കാർമ്മികത്വം വഹിച്ചു. ഒക്ടോബർ 25 വരെ എല്ലാ ദിവസവും വൈകിട്ട് 5:30 ആഘോഷമായ ദിവ്യബലിയും ലതീഞ്ഞും ജപമാല പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. ഒക്ടോബർ 25, 26 തീയതികളിലായാണ് തിരുനാൾ. 25-ന് വൈകിട്ട് 5:30 ആഘോഷമായ പാട്ടുകുർബാന, കൂടുറക്കൽ ശുശ്രൂഷ, ആഘോഷമായ കൊന്ത പ്രദക്ഷിണം എന്നിവ ഉണ്ടായിരിക്കും. 26-ന് രാവിലെ 9-ന് ആഘോഷമായ പാട്ടുകുർബാന, തുടർന്ന് നേർച്ച ഊട്ട് എന്നിവയാണ് പരിപാടികൾ.
ഇനി കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി എന്റെ നാട് എന്റെ വോട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NCTV പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്തുകളെ പരിചയപ്പെടുത്തുന്നു. ഇന്ന് പുതുക്കാട് പഞ്ചായത്ത്. തുറവ്, ചെങ്ങാലൂർ വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന പുതുക്കാട് പഞ്ചായത്തിൽ 15 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. വാർഡ് പുനഃക്രമീകരണത്തോടെ ഇത് 17 വാർഡുകളായി മാറുകയാണ്. വടക്കേ തുറവ്, പുതുക്കാട്, കാഞ്ഞൂർ, കണ്ണമ്പത്തൂർ, സ്നേഹപുരം, വളഞ്ഞൂപ്പാടം, ശാന്തിനഗർ, സൂര്യഗ്രാമം, ചെങ്ങാലൂർ, SN പുരം, രണ്ടാംകല്ല്, ചാക്കോച്ചിറ, കുറുമാലി, തെക്കേ തുറവ്, ബ്ലോക്ക് ഓഫീസ് എന്നിവയ്ക്ക് പുറമെ പവർ സ്റ്റേഷൻ, കുണ്ടൂക്കടവ് എന്നീ 2 വാർഡുകൾ കൂടി ഉൾപ്പെടുന്നതോടെ 17 വാർഡുകളായി 19,946 വോട്ടർമാരാണ് 2025 ജനവിധി തീരുമാനിക്കുക. വാർഡ് 2 പുതുക്കാട്, 4 കാഞ്ഞൂർ, 6 സ്നേഹപുരം, 9 സൂര്യഗ്രാമം, 11 കുണ്ടൂക്കടവ്, 14 ചാക്കോച്ചിറ, 17 ബ്ലോക്ക് ഓഫീസ് എന്നിവയാണ് സ്ത്രീ സംവരണ വാർഡുകൾ. വാർഡ് 1 വടക്കേ തുറവും 10 ചെങ്ങാലൂരും പട്ടികജാതി സ്ത്രീ സംവരണമാണ്. വാർഡ് 7 വളഞ്ഞൂപ്പാടം പട്ടികജാതി സംവരണവും. നിലവിൽ 15-ൽ 9 അംഗങ്ങളുടെ പിൻബലത്തോടെ UDF ഭരണം നടത്തുമ്പോൾ 5 വാർഡുകൾ LDFും 1 വാർഡിൽ BJPയും പ്രതിനിധീകരിക്കുന്നു. 2015-ൽ UDF LDF 7 സീറ്റുകൾ വീതം നേടിയപ്പോൾ നറുക്കെടുപ്പിലൂടെയാണ് LDF ഭരണം നേടിയത്. 2020-ൽ ഭരണം തിരിച്ചുപിടിച്ച UDF 2 സീറ്റുകളുടെ വ്യക്തമായ മുൻതൂക്കം നേടി. UDFന് ഏറെ വേരോട്ടമുള്ള മണ്ണാണ് പുതുക്കാടിൻ്റേത്. അതിനാൽ UDFന് 2025-ൽ ഒട്ടും ആത്മവിശ്വാസക്കുറവില്ല. എന്നാൽ ജില്ലയിൽ BJP ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് പുതുക്കാട്. പല വാർഡുകളിലും വ്യക്തമായ മേൽക്കൈ നേടാമെന്നാണ് പ്രതീക്ഷ. അതേസമയം LDF പ്രതിനിധിയായ MLAയുടെ പ്രവർത്തനങ്ങളുടെ മികവ് ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിന്റെ വികസനത്തിന് അവസരം ചോദിക്കുകയാണ് LDF. വാർഡ് പുനഃക്രമീകരണവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പുതിയ വോട്ടർമാരും ആരെ പിന്തുണയ്ക്കുമെന്ന് പുതുക്കാട് കാത്തിരിക്കുകയാണ്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിനായി ബിൻ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ CC സോമസുന്ദരൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, രതി ബാബു, പ്രീതി ബാലകൃഷ്ണൻ, CP സജീവൻ, KG ഗീതപ്രിയ, ഹർഷ ലോഹിതാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു. സേവാഭാരതി പുതുക്കാടും ഹേമാസ് ക്ലിനിക്കും സംയുക്തമായി ഞായറാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തും. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെ സെന്റ് സേവിയേഴ്സ് കോൺവെന്റ് UP സ്കൂളിലാണ് ക്യാമ്പ്. ഗൈനക്കോളജിസ്റ്റ്, പൾമണോളജിസ്റ്റ്, ജനറൽ പ്രാക്ടീഷണർ, ന്യൂട്രീഷനിസ്റ്റ് തുടങ്ങിയ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. ബുക്കിംഗിനായി ബന്ധപ്പെടുക 89535355758. മറ്റൊരു നമ്പർ 9846337521. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണം. ഒറ്റയടിക്ക് പവന് കൂടിയത് 2840 രൂപയാണ്. ഇതോടെ പവന് 97,360 രൂപയായി. ഗ്രാമിന് 355 രൂപ കൂടി 12,170 രൂപയായി. ഈ മാസം 17 ദിവസം കൊണ്ട് ഒരു പവന് കൂടിയത് 10,360 രൂപയാണ്. രാജ്യാന്തര വിലയുടെ ചുവട് പിടിച്ചാണ് കേരളത്തിൽ സ്വർണ്ണവിലയുടെ കുതിച്ചുകയറ്റം. വ്യാഴാഴ്ച ഒരു പവന് 94,920 രൂപയായിരുന്നു. ഈ മാസം 8-നാണ് സ്വർണ്ണവില ആദ്യമായി 90,000 കടന്നത്. തൊട്ടടുത്ത ദിവസം 91,000 കടന്ന് കുതിച്ച സ്വർണ്ണവിലയാണ് വെള്ളിയാഴ്ച രാവിലെ വൻ കുതിപ്പ് നടത്തിയത്. സെപ്റ്റംബർ 9-നാണ് സ്വർണ്ണവില ആദ്യമായി 80,000 പിന്നിട്ടത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ മഹാരാജാസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശനിയാഴ്ച തൊഴിൽ മേള നടത്തും. തൃശൂർ മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് തൊഴിൽ മേള. രാവിലെ 9:30 മേള തുടങ്ങും. IT, ബാങ്കിംഗ്, ഫിനാൻസ്, ഓട്ടോമൊബൈൽ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻഷുറൻസ്, മാർക്കറ്റിംഗ് മേഖലകളിൽ നിന്നായി 1000-ലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും
20-ൽ പരം ഉദ്യോഗദായകർ പങ്കെടുക്കുന്നുണ്ടെന്നും ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. മേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9446228282. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,170 രൂപ, പവന് 97,360 രൂപ. വട്ടനാത്ര പൂക്കോട് തെക്കേടത്തു മനക്കൽ ദാമോദരൻ നമ്പൂതിരി അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിഷ്ണു നമ്പൂതിരി മകനും അശ്വനി അന്തർജനം മരുമകളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയേക്കരയിൽ വീണ്ടും ടോൾ പിരിവ് തുടങ്ങി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പഴയ നിരക്കിലാണ് ടോൾ പിരിവ്. ഇരിങ്ങാലക്കുട ഉപജില്ലാ കലോത്സവം നവംബർ 4, 5, 6, 7 തീയതികളിലായി സംഘടിപ്പിക്കുന്നു. നവീകരിച്ച വെള്ളിക്കുളങ്ങര ഹെൽത്ത് സബ് സെന്റർ നാടിന് സമർപ്പിച്ചു. പുതുക്കാട് തെക്കേത്തുറവ് ജലസേചന പദ്ധതി വിപുലീകരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിച്ചു. വെള്ളിക്കുളങ്ങരയിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. അറസ്റ്റിലായത് മോതിരക്കണ്ണി സ്വദേശി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.